ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. കേരളം ആകെ ആ കുറിപ്പ് കണ്ടു, അതിനോട് പ്രതികരിച്ചു. എന്തുണ്ടായി? ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ ബാധിക്കുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും പരിഹാരമായിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇത്ര പെട്ടെന്ന് നടത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഈ ഉപകരണങ്ങൾ എത്തുകയും രോഗികളുടെ ശസ്ത്രക്രിയ നടക്കുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ പാവങ്ങളായ ഈ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന ഏറ്റവും പാവപ്പെട്ടവരായ മനുഷ്യർ മാസങ്ങളോളം കാത്തിരുന്നാലും ശസ്ത്രക്രിയ നടക്കില്ല. ശസ്ത്രക്രിയ നടക്കണമെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ഈ ഉപകരണങ്ങൾ വാങ്ങണം എന്ന അവസ്ഥയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് ഈ ഹാരിസിന്റെ നടപടി കൊണ്ടെങ്കിലും ഇത്തിരി ആശ്വാസം കിട്ടുന്നതിൽ യഥാർത്ഥത്തിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? നോക്കൂ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വളരെ വ്യക്തമായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ, ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരായി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരെ കൃത്യമായി കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് നേതൃത്വം നൽകുന്ന പെൺകരുത്ത് ശ്രീമതി വീണ ജോർജ് വളരെ കൃത്യമായി പറഞ്ഞു. നിങ്ങളൊരു തുറന്ന സംവാദത്തിന് തയ്യാറാണോ? അതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം. 9 വർഷങ്ങൾക്ക് മുമ്പ് ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചിരുന്ന സന്ദർഭത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ സ്ഥിതി എന്തായിരുന്നു, ഇന്നത്തെ സ്ഥിതി എന്താണ് എന്നതിനെ സംബന്ധിച്ചൊരു തുറന്ന സംവാദത്തിന് നിങ്ങൾ തയ്യാറാണോ എന്ന പ്രസക്തമായ ചോദ്യത്തിന് മുന്നിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഓടി ഒളിച്ചിരിക്കുകയാണ്. ഒരാൾ പോലും കൃത്യമായി മറുപടി പറയാനോ ആ വെല്ലുവിളി ഏറ്റെടുക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഇവിടെ സർജിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പർച്ചേസ് ഭാഗത്ത് ആ ഫയലിന് വേഗത പോരാ, അല്ലെങ്കിൽ അവിടെ ചെറിയ മന്ദത ഉണ്ടായിട്ടുണ്ട് എന്ന് ആ ഡിപ്പാർട്ട്മെൻറ്റിന്, യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ ഹാരിസ് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞു. ആ അഭിപ്രായ പ്രകടനത്തെ ഞങ്ങൾ മുഖവിലക്കെടുക്കാതിരുന്നില്ല. കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വളരെ കൃത്യതയോടുകൂടി ആ ഡോക്ടറുടെ സുതാര്യതയെ അവിടെ സുരേഷ് കുമാർ, പ്രശ്നം എന്താണ്? യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, ഡിപ്പാർട്ട്മെന്റ് ഹെഡിന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടണോ ഈ സർജിക്കൽ ഉപകരണങ്ങൾ കിട്ടാൻ എന്നുള്ളതാണ് പ്രശ്നം. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലേ ഇനി മുതൽ സർജിക്കൽ ഉപകരണങ്ങൾ എത്തുമെങ്കിൽ എല്ലാ HODമാരും ഇനി മുതൽ അത് ഇടേണ്ടി വരുമല്ലോ. ഞാൻ ആ ഭാഗത്തേക്കാണ് വന്നത്. അവിടെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഫയൽ നീങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ കുറവ് വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ തന്നെ അത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ച് അവിടെ ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി എല്ലാ മേഖലയിലും ഉപകരണം എത്തിക്കാനും അവിടെ ഉണ്ടായിട്ടുള്ള ചെറിയ ചില ന്യൂനതയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണാനും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പിന് നേതൃത്വം നൽകുന്ന ഡോക്ടർക്കും സാധിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 9 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ സ്ഥിതി എന്തായിരുന്നു? അത് തുറന്ന് ചർച്ച ചെയ്യാൻ ഈ ആളുകൾ തയ്യാറാണോ? അവിടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ആകെ മോശമായ ഒരു സ്ഥിതിയായിരുന്ന സന്ദർഭത്തിലാണ് കേരളത്തിൽ 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത്. ആർദ്രമെന്ന മിഷൻ 4 മിഷനുകൾ കേരളത്തിൽ സ്ഥാപിച്ചു. അതിൽ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആർദ്രമെന്ന മിഷൻ സ്ഥാപിച്ചു. ആ മിഷൻ മൂലം ഇന്നുണ്ടായിട്ടുള്ള ഏറ്റവും മെച്ചപ്പെട്ട നിലയിലുള്ള ഒരു ആരോഗ്യ സംവിധാനത്തെ അതിനെ ആകെ ഇകഴ്ത്തി കാണിക്കാനാണ്, വളരെ മോശമായി കാണിക്കുന്നുമില്ല. ഈ പ്രചരണപരമായി അതിലൂടെ തന്നെ ഏറ്റവും മോശപ്പെട്ട മന്ത്രി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഇവിടെ നടത്തിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്, ഇത് ആരാണ് പറയുന്നത്, പറയുന്ന ആളുകൾ ആരാണ്, അവരുടെ പശ്ചാത്തലം എന്താണ്? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ വിശേഷിപ്പിച്ച ചില വാക്കുകളുണ്ട്. തീവെട്ടിക്കൊള്ള എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അതിന് മറുപടി പറയണം. ഐക്യജനാധിപത്യ മുന്നണിയുടെ 9 വർഷങ്ങൾക്ക് മുൻപുള്ള ഭരണത്തെക്കുറിച്ച് ഇന്നത്തെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ നടക്കുന്നത് തീവെട്ടിക്കൊള്ളയാണ്. ശ്രീ VM സുധീരനും അന്നത്തെ KPCCയുടെ പ്രസിഡന്റും മറ്റ് നേതാക്കന്മാരും പറഞ്ഞത് ബാക്കി ബാലൻസ് പിന്നാലെയുണ്ട്. അത് നമ്മുടെ ചരിത്ര രേഖകളിലുണ്ട്. ആ സ്ഥാനത്ത് നിന്ന് ഇന്ന് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ ഈ ചെറിയ ന്യൂനതകളെ പരിഹരിക്കുന്ന വിധത്തിലേക്ക് എത്തിച്ചേർത്ത് എന്നുള്ളതാണ് താങ്കളുടെ അവകാശം.